ഹലോ ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു സൈലം എസ് എസ് സി. സൈലം എസ് എസ് സിയുടെ മറ്റൊരു കുഞ്ഞി യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറുതാണെങ്കിലും കോണ്ടന്റ് വൈസ് വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, അനാവശ്യമായിട്ടുള്ള പ്രപ്പോസിഷൻസിൻ്റെ ഉപയോഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ വിചാരിക്കും ഈ ടൈറ്റിൽ കാണുന്ന സമയത്ത് അയ്യോ ഇതെല്ലാം എടുത്ത് കളഞ്ഞോ, ഇനി മുതൽ ഞാനിതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലേ. അങ്ങനെയല്ലടാ പിള്ളേരെ. അനാവശ്യമായിട്ട് വേണ്ടാത്ത ഇടത്ത്, അതായത് ചില വേർബുകളുടെ കൂടെ ഇങ്ങനത്തെ പ്രപ്പോസിഷൻസ് ഒന്നും ആവശ്യമില്ല. ആ വേർബുകൾ ഏതൊക്കെയാണ് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ചില വേർബുകളുടെ കൂടെ ഈ പ്രപ്പോസിഷൻസ് കാണുന്നത് ഏതൊക്കെയാണ്? ഫോർ, വിത്ത്, ഇൻറ്റു, എബൌട്ട്, ടു, ഓൺ ആൻഡ് ഓഫ്. അതൊക്കെ ആരുടെയൊക്കെ കൂടെ വേണ്ടാത്തത് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഡിസ്കസ്, കോണ്ടാക്ട്, റീച്ച്, ആൻസർ, ഓർഡർ, മാരി, റിസെമ്പിൾ, എൻഡോ, സ്ട്രെസ്, കംപ്രൈസ്, എവെയ്റ്റ്. ഈ വേർബുകളുടെ കൂട്ടത്തിൽ എന്ത് വേണ്ട? പ്രപ്പോസിഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വി ഡിസ്കസ് ദ പ്ലാൻ എന്ന് പറഞ്ഞാൽ മതി. അതിന് ഡിസ്കസ് എബൌട്ട് ഒന്നും പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ. ഇങ്ങനെ ശരിയായിട്ട് പറയാൻ പാടുള്ളൂ. പ്ലീസ് കോണ്ടാക്ട് ടു ദ ഓഫീസ് അല്ല, പ്ലീസ് കോണ്ടാക്ട് ദ ഓഫീസ് ആണ്. വി റീച്ച്ഡ് ടു ദ സ്റ്റേഷൻ അല്ല, വി റീച്ച് ദ സ്റ്റേഷൻ. നമ്മൾ റീച്ചും എറൈവും ഒരേപോലെ ഉപയോഗിക്കേണ്ടതാണ്. പക്ഷേ എറൈവിൻ്റെ പ്രത്യേകത അതിൻ്റെ കൂടെ എന്ത് വേണം? പ്രപ്പോസിഷൻസ് വേണം അല്ലേ? അറ്റ്, ഇന്ന് എന്നൊക്കെ പറയണം. ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ ഇന്ന് കൂട്ടി പറയണം. കുഞ്ഞൊരു ലൊക്കേഷൻ, എക്സാക്ട് ലൊക്കേഷനൊക്കെ ആണെങ്കിൽ അറ്റ് കൂട്ടി പറയണം അറൈവിൻ്റെ കൂടെ. പക്ഷെ റീച്ച്ഡിൻ്റെ കൂടെ ആണെങ്കിൽ ഒന്നും വേണ്ട. വലിയ സ്ഥലമോ ചെറിയ സ്ഥലമോ അല്ലെങ്കിൽ എക്സാക്റ്റ് ഒരു പോയിന്റോ എവിടെയോ ആവട്ടെ, അതിൻ്റെ കൂടെ റീച്ച്ഡ് കൂട്ടിയിട്ട് അതിൻ്റെ ശേഷം ഒരു പ്രപ്പോസിഷനും വേണ്ട. ഇന്നും വേണ്ട, അറ്റും വേണ്ട, ടൂവും വേണ്ട, ഒന്നും വേണ്ട കേട്ടോ. അതാണ് വ്യത്യാസം റീച്ചും അറൈവും തമ്മിൽ. റീച്ചിൻ്റെ കൂടെ പ്രപ്പോസിഷൻ വേണ്ട, അറൈവിൻ്റെ കൂടെ വേണം. ഇനി അടുത്ത് നോക്കൂ. ആൻസറിൻ്റെ ശേഷവും ആൻസർ എന്നുള്ള വേർബ് വരുമ്പോൾ അതിൻ്റെ ശേഷം പ്രപ്പോസിഷൻ വേണ്ട. ഡിഡ് യു ആൻസർ ടു ദ മെയിൽ അല്ല, ഡിഡ് യു ആൻസർ ദ മെയിൽ എന്ന് മാത്രമേ വേണ്ടൂ. ഓർഡർ ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഐ ഓർഡേർഡ് ഫോർ എ കപ്പ് ഓഫ് കോഫി എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഐ ഓർഡേർഡ് എ കപ്പ് ഓഫ് കോഫി എന്ന് മതി. ഐ ഓർഡേർഡ് ഫോർ എ കപ്പ് ഓഫ് കോഫി വേണ്ട. കണ്ടോ? പിന്നെ മാരീഡ് വിത്ത് പറയില്ല. ഷീ ഈസ് ഗോയിങ് ടു മാരി അല്ലേ? ഷീ ഈസ് ഗോയിങ് ടു മാരി ഹിം അല്ലെങ്കിൽ മാരി ടു ഹിം എന്ന് കേട്ടിട്ട് നിങ്ങൾ പറയില്ല. ഇനി ഇത് അനാവശ്യമായിട്ട് അജക്റ്റീവായിട്ട് വരുമ്പോൾ ഇല്ലേ, മാരീഡ് എന്നുള്ള അജക്റ്റീവ് ഇല്ല ഇംഗ്ലീഷിൽ, അതിൻ്റെ കൂടെ വിത്തും വരില്ല. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഹീ ഈസ് മാരീഡ് ടു ഇങ്ങനെയാണ് പറയേണ്ടത് കേട്ടോ. ഹീ ഈസ് മാരീഡ് ടു ആ സയൻറ്റിസ്റ്റ്. ഇവിടെ എന്താണ് മാരീഡ് എന്നുള്ളത്? ഇവിടെ എന്താ സാറേ ഇവിടെ ടു എന്നുണ്ടല്ലോ എന്ന് ചോദിക്കണ്ട. ഇവിടെ എന്താ മാരീഡ് എന്നുള്ളത്? എന്താ അറിയോ? ഇത് അജക്റ്റീവാണ്, എന്തല്ല വേർബല്ല. ഇവിടുത്തെ വേർബ് ആരാ? ഇസ് എന്നുള്ളതാണ് ഇവിടുത്തെ വേർബ്. ക്ലിയർ? സെറ്റാണെന്ന് കരുതുന്നു. ഇപ്പം മാരീഡിന് ശേഷം അജക്റ്റീവായിട്ടുള്ള മാരീഡിന് ശേഷം ടു എന്നുള്ള പ്രപ്പോസിഷനാണ്. ഇവിടെ വിത്ത് ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. ഹീസ് മാരീഡ് വിത്ത് എ സയൻറ്റിസ്റ്റിനൊക്കെ തെറ്റായിട്ട് തരാറുണ്ട്. അത് ശരിയാക്കിയിട്ട് ടു ആക്കി കൊടുക്കണം. ഇനി വേർബായിട്ടുള്ള മാരി ആണെങ്കിലോ നോ പ്രപ്പോസിഷൻ ഇസ് റിക്വയർഡ് ദർ. ഓക്കെ, ഇനി അടുത്തത് ഒരേപോലെ ഉണ്ടാവുക എന്ന് പറയാനാണ് റിസെമ്പിൾ എന്ന് പറയുക അല്ലേ? ക്യാരക്ടറോ കാണാനോ ഒക്കെ റിസംബ്ലൻസ് തോന്നുക എന്ന് നമ്മൾ പറയാറുണ്ട്. സാദൃശ്യം എന്നൊക്കെ പറയുന്നതാണ് മലയാളം അല്ലേ? അപ്പോൾ യു റിസംബിൾ ടു യുവർ ഫാദർ ഓർ മദർ എന്നല്ല, യു റിസംബിൾ യുവർ ഫാദർ അല്ലെങ്കിൽ മദർ, അത്രേ പറയാൻ പാടുള്ളൂ കേട്ടോ. വി എൻറ്റേർഡ് ഇൻ ടു ദ റൂം തെറ്റാണ്. എന്തിനെങ്കിലും അകത്തേക്ക് നമ്മളിങ്ങനെ ഫിസിക്കലി നടന്നിട്ട് പ്രവേശിക്കുകയാണെങ്കിൽ അല്ലേ, കാലെടുത്ത് വെച്ചുകൊണ്ട് പ്രവേശിക്കുന്ന സമയത്ത് ഒരിക്കലും എൻ്ററിൻ്റെ കൂടെ ഇൻറ്റു ചേർക്കരുത്. ഗോ ഇൻറ്റു എന്ന് പറഞ്ഞാൽ ഓക്കെയാണ്. പക്ഷെ എൻ്ററിൽ തന്നെ എന്താണ് അർത്ഥം? എൻ്റർ എന്ന് പറയുന്ന പാർട്ടിക്കുലർ വേർഡിൻ്റെ അർത്ഥം തന്നെ അകത്തേക്ക് പ്രവേശിക്കുക എന്നാണ്. പിന്നെ എന്തിനാ അതിൻ്റെ കൂടെ ഇൻറ്റു? അത് വേണ്ട കേട്ടോ. പിന്നെ സ്ട്രെസ് ചെയ്യുക എന്നുള്ളതിൻ്റെ കൂടെ എന്ത് വേണ്ട? ഒരു പ്രപ്പോസിഷനും വേണ്ട അല്ലേ? ഹി സ്ട്രെസ് ദ പോയിന്റ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദ ടീം ഈസ് കംപ്രൈസ്ഡ് ഓഫ് 5 people. തെറ്റാണ്. എന്തുകൊണ്ടാണ്? കംപ്രൈസിൻ്റെ കൂടെ ഓഫ് വരില്ല. കൺസിസ്റ്റിൻ്റെ കൂടെ ആണെങ്കിൽ ഓഫ് വരാറുണ്ട്. അപ്പോൾ കൺസിസ്റ്റും കംപ്രൈസും ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. കൺസിസ്റ്റിൻ്റെ കൂടെ ഓഫ് ചേർക്കണം, കംപ്രൈസിൻ്റെ കൂടെ ഓഫ് വേണ്ട എന്നുള്ളതാണ്. ഓക്കെ, രണ്ടും ING കൂട്ടി കണ്ടിന്യൂസ് ടെൻസിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വേർബുകളാണ്. കാരണം ആക്ഷനെ കാണിക്കുന്ന വേർബുകളല്ല കംപ്രൈസോ കൺസിസ്റ്റോ. ഓക്കെ, അതുകൊണ്ട് ING ചേർത്തിട്ട് ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കലും. അതും കൂടെ ശ്രദ്ധിച്ചു വെക്കണം. എവെയ്റ്റും വെയിറ്റും ഉണ്ട്. വെയിറ്റിൻ്റെ കൂടെ ഫോർ വേണം, എവെയ്റ്റിൻ്റെ കൂടെ ഒന്നും വേണ്ട. പ്രപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. യെസ്, അപ്പോൾ ഇത് പഠിച്ചു വെക്കാൻ ചെറിയൊരു കഥയുടെ ഒരു ഹെൽപ്പും കൂടെ നമുക്ക് തേടാം. അതായത് മാരി, കോണ്ടാക്ട്, ഡിസ്കസ്, എവെയ്റ്റ്, എൻറ്റർ, കംപ്രൈസ്, ഓർഡർ, റിസെമ്പിൾ, സ്ട്രെസ്, ആൻസർ, റീച്ച്. ഈ വേർബുകൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടി, മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി കുഞ്ഞിയൊരു കഥ
ഭയങ്കര ട്വിസ്റ്റും സസ്പെൻസും അല്ല, കുഞ്ഞൊരു കഥ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ 2 പേര് കല്യാണം കഴിക്കാൻ വേണ്ടി അല്ലേ, കല്യാണം കഴിക്കാൻ വേണ്ടി മാട്രിമോണി ത്രൂ, നമുക്കറിയാം മാട്രിമോണി ആപ്സ് ഒക്കെ ഇപ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ 2 പേര് മാരി ചെയ്യാൻ എന്താണ് കോണ്ടാക്ട് ചെയ്തു, മാട്രിമോണി ത്രൂ കോണ്ടാക്ട് ചെയ്ത് നോക്കി പരസ്പരം. ഓക്കെ, അങ്ങനെ അതിലെ പെൺകുട്ടി പറയുവാണ്, നമ്മളിങ്ങനെ ഫോണിൽ സംസാരിച്ചിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, നമുക്ക് എന്ത് ചെയ്യാം, നേരിട്ട് കണ്ടൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം, നമുക്കൊരു കഫേയിൽ വെച്ച് കണ്ട് ഡിസ്കസ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ ഇതുവരെ പഠിച്ചത് എന്താണ്, മാരി ചെയ്യാൻ തീരുമാനിച്ച 2 പേര് കോണ്ടാക്ട് ചെയ്ത് നോക്കി, അതിനുശേഷം അവർ ഡിസ്കസ് ചെയ്യാം, നേരിട്ട് ഈ കാര്യം നമുക്ക് സെറ്റാവോ പറ്റുമോ എന്നുള്ളത് നേരിട്ട് ഡിസ്കസ് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തു. അങ്ങനെ പറഞ്ഞ സമയത്ത് പറഞ്ഞ ടൈമിൽ പറഞ്ഞ ദിവസം എവിടെ നമ്മുടെ പെൺകുട്ടി ചെക്കന് വേണ്ടി കാത്തു നിൽക്കുകയാണ്, എവെയിറ്റ് ചെയ്യുവാണ്. പെൺകുട്ടി ചെക്കനെ എവെയിറ്റ് ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചെക്കൻ എൻ്റർ ചെയ്യുന്നു. ഇവർ 2 പേരും കൂടി എന്ത് ചെയ്തു, എന്നിട്ട് കഫേയിലേക്കും എൻ്റർ ചെയ്തു. ചെക്കൻ ആദ്യം എൻ്റർ ചെയ്തു, അതിന് ശേഷം എന്ത് ചെയ്തു, ഇവർ 2 പേരും കൂടി ഹായ് എന്ന് പറഞ്ഞ് ഗ്രീറ്റ് ചെയ്യുന്നു പരസ്പരം. അതിൻ്റെ ശേഷം കഫേയിലേക്ക് എന്ത് ചെയ്യുന്നു, എൻ്റർ ചെയ്യുന്നു. എൻ്റെ മോനെ കഫേയിലേക്ക് കയറിയപ്പോഴാണ് മക്കളെ രസമുള്ള കാര്യം, അതായത് ഭയങ്കര കിടിലൻ കഫേ ആണ്. അതായത് ഒരു എന്താ പറയുക, ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രീമിയം ലക്ഷറി ഫീൽ തരുന്ന ഒരു കഫേയിലേക്കാണ് 2 പേരും കയറിയത്. ആൻഡ് ദാറ്റ് കഫേ കഫേ കംപ്രൈസസ് മെനി ഫ്ലോർസ്, കുറേ ഫ്ലോറുകൾ അടങ്ങിയ വലിയൊരു ജൈഗാൻറ്റിക് എന്ന് പറയാൻ പറ്റിയ ഒരു കഫേയാണത്. ഭയങ്കര സോഫിസ്റ്റിക്കേറ്റഡും ആണ്. അത് മാത്രമല്ല ഭയങ്കര വെൽ ഡെക്കറേറ്റഡ് ആയിട്ട് വെൽ ഡിസൈൻഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു കഫേ. ഓക്കെ, അതൊന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന മനസ്സിൽ കേട്ടോ. അപ്പോൾ ഇറ്റ് കംപ്രൈസസ് സെവറൽ അല്ലെങ്കിൽ മെനി ഫ്ലോർസ് എന്ന് കൂടെ ഓർത്ത് വെക്കുക. ഓക്കെ, അങ്ങനെ കഫേയിൽ കയറി ഇവരെന്ത് ചെയ്തു, പിസ്സ ഓർഡർ ചെയ്യുവാണ്. 2 പേർക്കും പിസ്സ ഇഷ്ടമാണെന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ധാരണയിലെത്തി പിസ്സ ഓർഡർ ചെയ്യുന്നു. അങ്ങനെ പിസ്സയും കഴിച്ച് ഇവരത് ആ ചായയൊക്കെ കുടിച്ച് പിസ്സയും കഴിച്ച് കുറച്ച് മറ്റ് അല്ലറ ചില്ലറ സ്നാക്സൊക്കെ കഴിച്ചുകൊണ്ട് ഇവരിങ്ങനെ കുറേ ടൈം എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി, ഭയങ്കര എൻഗേജ്ഡ് ആയി, ഇവർ തമ്മിൽ ഭയങ്കര കോൺവെർസേഷനിൽ ഭയങ്കര എൻഗേജ്ഡ് ആയിട്ട് സമയത്തിനെ മറന്നുപോയി അല്ലേ. അങ്ങനെ അല്ലേ ഇവർ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത ശേഷമാണ് ഇവർ തമ്മിൽ ക്യാരക്ടറിൽ ഭയങ്കര റിസംബ്ലൻസ് ഉണ്ട് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെ കുറേ കാര്യം, അതായത് മണിക്കൂറുകളോളം സംസാരിച്ചു. അവർക്ക് എന്ത് മനസ്സിലായി, റിസംബ്ലൻസ് ഉണ്ട്. ഇവർ തമ്മിൽ കുറേ കാര്യങ്ങളിൽ റിസംബ്ലൻസ് ഉണ്ട്, സിമിലാരിറ്റി ഉണ്ട്, കുറേ ഒരുപോലെയാണെന്ന് മനസ്സിലാക്കുവാണ്. അങ്ങനെ പെട്ടെന്നാണ് അവളുടെ ഫോണിൽ കോള് കാണുന്നത്. ആരുടെ, അമ്മയുടെ കോള് പെട്ടെന്ന് സഡൻലി വരുവാണ്. അമ്മയുടെ കോള്. അവളെന്തായി, അയ്യോ ഒന്ന് സ്ട്രെസ്ഡ് ആയി എന്ന് ഓർത്ത് വെച്ചാൽ മതി. ഈ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സ്ട്രെസ് എന്നുള്ള വേർബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒന്ന് ഊന്നുക എന്ന് പറയില്ലേ, ഊന്നുക എന്തിലെങ്കിലും, ആ സ്ട്രെസ്സാണ്. അപ്പം നമ്മളിവിടെ കണക്ട് ചെയ്ത് പഠിക്കുന്നത് എങ്ങനെ അറിയോ, അമ്മയുടെ കോള് കണ്ടപ്പോൾ ഇവൾക്ക് സ്ട്രെസ്സ് കൂടി എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ സ്ട്രെസ്സ് കൂടിയിട്ട് ഇവൾ ആൻസർ ചെയ്യണോ, അമ്മയുടെ കോളാണ്, വൈകുന്നേരം 6:30 അപ്പോൾ കോൾ എടുക്കണ്ടയോ, അങ്ങനെ ഒരു ചെറിയൊരു മടിയോടും പേടിയോടും കൂടി അമ്മയുടെ കോള് സ്ട്രെസ്സോടും കൂടി അമ്മയുടെ കോള് ആൻസർ ചെയ്യണം അവൾ. ആൻസർ ചെയ്ത സമയത്ത് അമ്മ ചോദിക്കുന്ന കാര്യം എന്താ, മോളെ നീ എവിടെ പോയിരിക്കുക, 6:30 മണിയായല്ലോ, സാധാരണ 6 മണിക്ക് വരുന്നതല്ലേ, എവിടെ പോയി എന്ന് ചോദിച്ചു. അമ്മ കുറച്ച് ഫയർ ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അവളോട് എന്ത് പറയും, അമ്മേ. അപ്പോൾ അവളെ പറയാണെന്ത്, അമ്മ ടെൻഷൻ ആവണ്ട, അമ്മയുടെ ഭാവി മരുമകൻ്റെ അടുത്ത് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ സേഫാണ്, എവിടെയും പോയിട്ടില്ല. അത് കേട്ടപ്പോഴാണ് അമ്മയ്ക്കൊരു സേഫാണല്ലോ എന്നുള്ളൊരു ഫീൽ അമ്മയ്ക്കും വരുന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടെന്ന് നീ ഡിസ്കഷൻ കഴിഞ്ഞിട്ട് പെട്ടെന്ന് തിരിച്ചൊരു 7 മണിയാകുമ്പോഴത്തേക്ക് റീച്ച് ചെയ്യണേ, എവിടെ, തിരിച്ചു വീട്ടിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു കഥയിലൂടെ അല്ലേ, മാരേജ് ചെയ്യാൻ തീരുമാനിച്ചവർ കോണ്ടാക്ട് ചെയ്യുന്നു, കഫേയിൽ വെച്ച് ഡിസ്കസ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അങ്ങനെ കഫേയിലെത്തി അവൈറ്റ് ചെയ്യാണ് ചെക്കന് വേണ്ടി പെണ്ണ്. അങ്ങനെ ചെക്കൻ വരുന്നു, 2 പേരും എൻ്റർ ചെയ്യുന്നു. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് കഫേ ഇറ്റ് കംപ്രൈസസ് മെനി ഫ്ലോർസ് എന്നുള്ളത്. അങ്ങനെ ദേ ഓർഡേർഡ് എ പിസ്സ, പിന്നെ ചായ, പിന്നെ കുറച്ച് സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലായി കുറേ കാര്യങ്ങൾ റിസംബിൾ ചെയ്യുന്നുണ്ട് തമ്മിൽ. പെട്ടെന്ന് അമ്മയുടെ കോൾ, അങ്ങനെ സമയം പോയതറിയാതെ സന്ധ്യയായി, അമ്മയുടെ കോൾ വന്നപ്പോൾ ഇവള് സ്ട്രെസ്സായി. അങ്ങനെ കോൾ ആൻസർ ചെയ്ത ശേഷമാണ് അമ്മ പറയുന്നത് പെട്ടെന്ന് തിരിച്ചു വരണേ, ഓക്കെ
എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുന്നു, തിരിച്ച് റീച്ച് ചെയ്യണേ പെട്ടെന്ന് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത്രയും വേർഡുകൾ ഈ ഒരു കഥയിലൂടെ ഓർത്ത് വെക്കാൻ സുഖമായിട്ട് പറ്റും. അപ്പോൾ ഇത് തമ്മിൽ ഈ വേർബുകളെ ഓർക്കാൻ എളുപ്പമാണ്. ഈ വേർബുകൾ പ്രെപ്പസിഷൻ വേണ്ടാത്ത പ്രെപ്പസിഷൻ വേണ്ടാത്ത വേർബുകളാണെന്ന് ഓർത്ത് വെക്കാൻ ഒരു ട്രിക്കും കൂടി നിങ്ങൾക്ക് ചെയ്യാം. ഈ വേർബുകളുടെ കണക്ഷൻ നമ്മൾ പഠിച്ചു, അതായത് വേർബുകളെ കണക്ട് ചെയ്ത് സ്റ്റോറിയാക്കി പഠിച്ചു. ഈ വേർബുകൾ പ്രെപ്പസിഷൻ വേണ്ടാത്ത വേർബുകളാണെന്ന് പഠിച്ചു വെക്കാൻ എന്ത് ചെയ്താൽ മതി അറിയോ? മാരി ചെയ്യാൻ പ്രെപ്പസിഷൻ്റെ ആവശ്യമില്ല എന്ന് ഓർത്ത് വെച്ചാൽ മതി. എന്താണ് മാരി ചെയ്യാൻ എന്തിൻ്റെ ആവശ്യമില്ല? പ്രെപ്പസിഷൻ്റെ ആവശ്യമില്ല എന്ന് പഠിച്ചാൽ അതും കിട്ടും. സെറ്റ്. ഇനി ഒരു കൺഫ്യൂഷൻ വേണ്ട ഇക്കാര്യത്തിൽ. അപ്പോൾ ഏറ്റവും കിടിലനായിട്ടുള്ള ഒരു സെറ്റാണ് ഈ ഒരു വേർബ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. ഇവരുടെ കൂടെ പ്രെപ്പസിഷൻ വേണ്ട, മാരി ചെയ്യാൻ പ്രെപ്പസിഷൻസ് വേണ്ട. ഇനി കുഞ്ഞൊരു ഫാക്റ്റും കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞു തരാം. ഈ വേർബുകളുടെ കൂടെ എപ്പോഴാണ് നമ്മൾ പ്രെപ്പസിഷൻ ഉപയോഗിക്കുക എന്നറിയാം. അപൂർവമായിട്ട് നിങ്ങൾ കാണും ഇതിലെ ചില വേർബുകളുടെ കൂടെ പ്രെപ്പസിഷൻ കാണും. അതെവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? ആ റീച്ചിൻ്റെ കൂടെ. ഇപ്പോൾ ഹി റീച്ച്ഡ് ഫോർ ഹിസ് ഗ്ലാസസ് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പറയാം. അത് അവിടെ എന്താണ്? എത്തി എന്നല്ല, ഗ്ലാസ്സിന് വേണ്ടിയിട്ട്. ഗ്ലാസ്സിന് വേണ്ടി ഒന്ന് റീച്ച് ചെയ്യുക എന്ന് പറയില്ല, ആ റീച്ചാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി യു മീൻ എൻ്റർ എന്ന് പറഞ്ഞാൽ വെൻ യു മീൻ ജോയിനിങ് ആൻ ആബ്സ്ട്രാക്ട് ഗ്രൂപ്പ് ഡീൽ. അതായത് ഞാൻ പറഞ്ഞു ഫിസിക്കലി നമ്മൾ കാലെടുത്ത് വെച്ചിട്ട് എൻ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഇൻറ്റു വേണ്ടാന്ന്. പക്ഷേ എൻ്ററിൻ്റെ കൂടെ ഇൻറ്റു എന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? അവിടെ ഫിസിക്കലായിട്ടല്ല, ഒരു അഗ്രിമെൻറ്റിലേക്ക് കടന്നു എന്ന് പറയാൻ അവിടെ എന്ത് ചെയ്യാം? എൻ്ററിൻ്റെ കൂടെ ഇൻറ്റു. അതായത് റിലേഷൻഷിപ്പിലേക്ക് കടക്കുക, അഗ്രിമെൻറ്റിലേക്ക് കടക്കുക, ധാരണയിലേക്ക് കടന്നു പറയില്ലേ, അവിടെ എൻ്ററിൻ്റെ കൂടെ ഇൻറ്റു ഇട്ട് കൊടുക്കണം. ഫിസിക്കലി കിടക്കുമ്പോൾ എന്ത് വേണ്ട? ഇൻറ്റു വേണ്ട. കോളിൻ്റെ കൂടെയോ യെസ് യു മീൻ ഡിമാൻഡിങ് ഓർ ക്യാൻസലിങ്. അതായത് ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്യുക എന്ന് പറയില്ലേ, അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കോൾ ഫോർ എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? കോളിൻ്റെ കൂടെ ഫോർ ഇട്ട് കൊടുക്കേണ്ടതുണ്ട് അവിടെ, പ്രെപ്പസിഷൻ അല്ലേ. ആഹ്വാനം ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ഓക്കെ. അല്ലെങ്കിൽ അതിന് വേണ്ടി ഡിമാൻഡ് ചെയ്യുക എന്ന് പറയുന്ന രീതിയിൽ കേട്ടോ. ആൻസർ നോക്കിയേ, യു മീൻ ബീങ് റെസ്പോൺസിബിൾ ഫോർ അല്ലേ, ഹി മസ്റ്റ് ആൻസർ ഫോർ ഹിസ് ക്രൈംസ്. അതായത് അതിന് റെസ്പോൺസിബിൾ ആയിരിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആൻസർ എന്നുള്ള വേർബ് ഉപയോഗിക്കുമ്പോൾ ആൻസറിൻ്റെ കൂടെ ഫോർ ഉപയോഗിക്കണം കേട്ടോ. ഓക്കെ. അതായത് റീച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും വേണ്ടി സ്ട്രെച്ച് ചെയ്യുക, എന്തെങ്കിലും ഒരു സാധനം എടുക്കാൻ വേണ്ടി സ്ട്രെച്ച് ചെയ്യുക എന്നുള്ള രീതിയിലും റീച്ച് എന്നുള്ള വേർബ് ഉപയോഗിക്കാറുണ്ട്. എത്തുക എന്നല്ല, എത്തിപ്പിടിക്കുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു സാധനമില്ലേ, അതിൻ്റെ കൂടെ ഫോർ വേണം കേട്ടോ. അപ്പോൾ ഈ ചെറിയൊരു അർത്ഥവ്യത്യാസത്തിൽ ഇത് ഈ റീച്ച്, എൻ്റർ, കോൾ, ആൻസർ ഇവരുടെ കൂടെ പ്രെപ്പസിഷൻസ് ഉപയോഗിക്കാറുണ്ട്. അവിടെ അർത്ഥം വ്യത്യാസമാണ്. പക്ഷേ പ്രൈമറിലി ഇവരുടെ കൂടെ എന്ത് ചെയ്യാറില്ല, പൊതുവേ നമ്മൾ എന്ത് ചെയ്യാറില്ല, ജനറലി 90-95% കേസിലും എന്ത് ചെയ്യാറില്ല, ഉപയോഗിക്കാറില്ല. സോ നിങ്ങൾക്കത് മനസ്സിലായി, കൃത്യമായിട്ട് മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയോ ഇല്ലയോ എന്നുള്ളതൊന്ന് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും തൽക്കാലത്തേക്ക് ബൈ. ഐ ആം സൈനിങ് ഓഫ്. ബൈ.